ബീട്രൂട്ട് ഹൽവ. ബീട്രൂട്ട് കൊണ്ട് ഒരു അടിപൊളി ഹൽവ ഉണ്ടാക്കിയാലോ? ഇതിനായി ഞാൻ 2 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകി തൊലി കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കണം. മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളവും ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ 3-4 ഏലക്ക പൊടിയെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കശുവണ്ടിയും ഉണക്കമുന്തിരിയും എടുത്തിട്ടുണ്ട്. ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഉണക്കമുന്തിരിയും കശുവണ്ടിയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് തന്നെ നമുക്ക് ബീട്രൂട്ട് ആഡ് ചെയ്തെടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വേവിപ്പിച്ചെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് 2 സ്പൂണ് കോൺഫ്ലോർ ഇട്ട് ഒന്ന് കലക്കിയെടുക്കാം. ബീട്രൂട്ട് ലായനിലേക്ക് 2 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. പഞ്ചസാര മുഴുവനും ഒന്ന് അലിഞ്ഞു വരുന്നവരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂണ് നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കാം. അതിലേക്ക് നമുക്ക് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലെ വെള്ളമൊക്കെ വറ്റി നല്ല കട്ടിയായി വരണം. ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കോൺഫ്ലവർ ഒഴിച്ച് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഒന്ന് കട്ടിയാവും. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലവർ ഒഴിച്ചാൽ നമ്മുടെ ബീട്രൂട്ട് ഒന്ന് കട്ടിയായി വരും. ഇപ്പോൾ കട്ടിയായി വന്നിട്ടുണ്ട്. പാൻ നോക്കി വിട്ട് വരാൻ തുടങ്ങി. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നന്നായി കട്ടിയായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ പാൻ നോക്കി വിട്ട് വരുന്നുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് കുറച്ച് ഉണക്കമുന്തിരി അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ബീട്രൂട്ട് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ബീട്രൂട്ട് നന്നായി വെന്തതുണ്ട്. ഇപ്പോൾ ഹൽവയുടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് അത് നന്നായി ഒന്ന് പരത്തി കൊടുക്കാം. നന്നായി പരത്തി കൊടുത്ത് ഇതിനെ ഇനി ഒന്ന് തണുക്കാൻ വെക്കണം. കുറച്ച് സമയം ഇത് ഓപ്പൺ എയറിൽ തണുത്ത് വരും. ഇപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഞാൻ എടുത്തതാണ്. ഇതൊന്ന് തണുത്ത് വന്നിട്ട് കട്ടിയായി വന്നിട്ട് ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ഹൽവ റെഡിയായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. വായിലിട്ടാൽ അരിഞ്ഞു പോകുന്ന വിധത്തിലുള്ള ബീട്രൂട്ട് ഹൽവയാണ്. വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഹൽവ തന്നെയാണ്. അടിപൊളി ടേസ്റ്റാണ്. ഒരു വെറൈറ്റി ഹൽവ ഉണ്ടാക്കി നോക്കിയാൽ മാഷാഅല്ലാ അടിപൊളി ടേസ്റ്റാണ്. ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. സാധാരണ കേക്കെല്ലാം കട്ട് ചെയ്യുന്ന പോലെയാണ് ഞാൻ കട്ട് ചെയ്തത്. സാധാരണ സ്ക്വയർ പാനിലാണ് ഇട്ടതെങ്കിൽ നമുക്ക് സ്ക്വയർ ടൈപ്പിൽ കട്ട് ചെയ്യാമായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു.